സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് മെയ് 27-ാം തീയതി നമ്മുടെ വണക്കത്തിന്റെ 27-ാമത്തെ ദിവസമാണ്. നിങ്ങളുടെ എല്ലാവരുടെ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ബലിയർപ്പണത്തിന്റെ സമയത്തും വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയുടെ സമയത്തൊക്കെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ വഴി എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമുക്കറിയാം, മഴ മൂലം പല വിധത്തിലുള്ള ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഈശോയുടെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്, പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മ കാത്തുരക്ഷിക്കും. കാരണം പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്ന അമ്മയാണ്, നമ്മോട് കൂടെയുള്ള ഒരമ്മയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത് നമ്മൾ ഏറ്റവും പരിചയമുള്ള ഒരു മാതാവാണ്, നിത്യസഹായ മാതാവ്. എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ ഈ നിത്യസഹായ മാതാവിൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധ നിത്യസഹായ മാതാവിൻ്റെ രൂപങ്ങളൊന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. പരിശുദ്ധ നിത്യസഹായ മാതാവിൻ്റെ ചിത്രങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ചിത്രം വരച്ചത് ലൂക്ക സുവിശേഷകനാണെന്ന് ഒരു വിശ്വാസമുണ്ട്. എങ്കിലും അതിന് പ്രത്യേകിച്ച് ഒരു തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടില്ല. ഗ്രീക്കുകാരാണ് ആദ്യമായിട്ട് ഈ നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി ആരംഭിക്കുന്നത്. ഗ്രീക്കിലുണ്ടായ മതപീഡനത്തെ തുടർന്ന് അവിടെയുള്ള ആളുകൾ പലായനം ചെയ്യുമ്പോൾ അവരോടൊപ്പം ഈ നിത്യസഹായ മാതാവിൻ്റെ ചിത്രം കൊണ്ടുപോയിരുന്നു. അവർ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കപ്പല് വലിയൊരു അപകടത്തിൽപ്പെടുകയാണ്. എന്നിട്ട് ഈ കപ്പല് പരിക്ക് പറ്റി റോമിന്റെ തീരത്ത് അടുക്കുകയാണ്. ഈ കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ രക്ഷപ്പെടുകയും ചെയ്തു. അവർ വിശ്വസിച്ചത് തങ്ങളുടെ കൂടെ ഈ പരിശുദ്ധ അമ്മയുടെ ഈ ചിത്രമുള്ളത് കൊണ്ടാണ് അവരെല്ലാവരും സുരക്ഷിതമായിട്ട് ഈ തീരത്ത് അണഞ്ഞതെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഒരു രാത്രിയിൽ ഒരു ഗ്രീക്ക് ബാലികയ്ക്ക് മാതാവ് ഒരു ദർശനം നൽകുകയാണ്. ആ ദർശനത്തിൽ ഈ മാതാവ് ഈ കുഞ്ഞിനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: അവരുടെ കയ്യിലിരിക്കുന്ന ഈ മാതാവിന്റെ ചിത്രം റോമിലുള്ള വിശുദ്ധ മത്തായിയുടെ ബസിലിക്കയിൽ പ്രതിഷ്ഠിക്കുക. അങ്ങനെ അവരെല്ലാവരും കൂടെ ആഘോഷമായിട്ട് ഈ ചിത്രം വിശുദ്ധ മത്തായിയുടെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. ഇത് നടക്കുന്നത് 1499 പിന്നീട് റോമിലെ മതപീഡനം നടക്കുന്ന സമയത്ത് ഈ ദേവാലയം നശിപ്പിക്കപ്പെടുകയാണ്. ഈ ദേവാലയം നശിപ്പിക്കപ്പെട്ട സമയത്ത് ഈ ചിത്രം ഒരു അഗസ്റ്റീനിയൻ സന്യാസിയുടെ കയ്യിൽ ലഭിക്കുകയാണ്. അങ്ങനെ ഈ ചിത്രം ഈ സന്യാസിയുടെ ആശ്രമത്തിൽ സൂക്ഷിച്ചു വരികയായിരുന്നു. പിന്നീട് ഈ ചിത്രം റോമിലുള്ള ഒരു ദേവാലയത്തിൽ ആഘോഷമായിട്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. തുടർന്ന് 1866 പയസ് 9 മാർപ്പാപ്പ ഈ ചിത്രം റിഡംപ്റ്റോറിസ്റ്റ് അച്ഛന്മാരെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പാപ്പ അവരോട് ആവശ്യപ്പെടുകയാണ് ഈ നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി ലോകം മുഴുവനും പ്രചരിപ്പിക്കുക. അങ്ങനെ അവര് ഈ ചിത്രവും കൊണ്ട് ഈ ലോകം മുഴുവനും സഞ്ചരിച്ച് പരിശുദ്ധ നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ 1948 റിഡംപ്റ്റോറിസ്റ്റ് അച്ഛന്മാര് ഈ ചിത്രവുമായിട്ട് മുംബൈയിലുള്ള വിശുദ്ധ മിഖേലിന്റെ ദേവാലയത്തിൽ വരികയും അവിടെ നിത്യസഹായ മാതാവിന്റെ നൊവേന ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് ഇന്ത്യയിൽ മുഴുവനും നമ്മുടെ കേരളത്തിലും ഒക്കെ ഈ മാതാവിനോടുള്ള നൊവേന ചൊല്ലുവാനായിട്ട് ആരംഭിച്ചു. ഇന്നും നമ്മുടെ ദേവാലയങ്ങളിൽ എല്ലാ ശനിയാഴ്ചകളിലും ഈ പരിശുദ്ധ നിത്യസഹായ മാതാവിന്റെ നൊവേന തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ നിത്യസഹായ മാതാവിന്റെ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കുക. ഇവിടെ നമുക്ക് മാതാവിന്റെ കയ്യിലിരിക്കുന്ന ഉണ്ണിയേശുവിനെ കാണുവാനായിട്ട് സാധിക്കും. അവരുടെ രണ്ട് വശങ്ങളിലായിട്ടും വിശുദ്ധ മിഖേൽ മാലാഖയെയും വിശുദ്ധ റാഫേൽ മാലാഖിനെയും കാണുവാനായിട്ട് കഴിയും. ഈ മാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും മുഖത്ത് ഒരു ദുഃഖഭാവമാണുള്ളത്. അതിന് കാരണം മിഖേൽ മാലാഖയും റാഫേൽ മാലാഖയും ഉണ്ണിയേശുവിന് പ്രത്യക്ഷപ്പെട്ടിട്ട് അവരുടെ കയ്യില് ഈശോയെ
പീഡകളുടെ സമയത്ത് പീഡിപ്പിക്കാനായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട് ഭയന്ന് ഓടിച്ച് ഉണ്ണിയേശു ഈ മാതാവിന്റെ മടിയിൽ വന്നിരിക്കുകയാണ്. മാതാവ് ഉണ്ണിയേശുവിനെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും അടിയിലായിട്ട് ഈ മാലാഖന്മാരെ വരച്ച് വെച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ചിത്രം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശമുണ്ട്. ഈ മാതാവിന്റെ മുമ്പിൽ നമ്മൾ ഏത് സങ്കടത്തോടു കൂടി ചെന്നാലും ഈ മാതാവ് നമ്മെ ആശ്വസിപ്പിക്കും. അതാണ് ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നിത്യസഹായ മാതാവിനെ കുറിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ലഭിച്ച ബൈബിൾ വചനം ഇതാണ്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം 18-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ. ഈ വചനങ്ങളിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഭയപ്പെടാതെ നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക, നിന്നോടുകൂടെ ഞാനുണ്ട്, ഒരു ഉപദ്രവവും നിനക്ക് സംഭവിക്കുകയില്ല, ആരും നിന്നെ ആക്രമിക്കുകയുമില്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊരു ദർശനം വിശുദ്ധ പൗലോസിന് ലഭിക്കുവാനായിട്ടുള്ള കാരണം, കൊരീന്ത്യസിലെ വിശുദ്ധ പൗലോസ് സുവിശേഷം പ്രസംഗിക്കുമ്പോഴും വിശുദ്ധ പൗലോസിനെയും യേശുവിനെയും ദുഷിപ്പിച്ചുകൊണ്ട് ഒത്തിരി പേര് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. ഇത് കണ്ട് വേദനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിശുദ്ധ പൗലോസിന് ഈ ഒരു ദർശനം ലഭിക്കുക. പ്രിയമുള്ളവരെ, ഈ ഒരു വചനം നമ്മളോട് പറയുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ നമ്മെ കുറ്റപ്പെടുത്തിയാലും ആരൊക്കെ നമ്മളെ ദുഷിപ്പിച്ചു പറഞ്ഞാലും ധൈര്യത്തോടുകൂടി ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുക. ഈ ഈശോ നമ്മെ ശക്തിപ്പെടുത്തും. അതാണ് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ നിത്യസഹായ മാതാവിനോട് നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സമർപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: ഈ നിത്യസഹായ മാതാവ് എന്നും സഹായിക്കുവാനായിട്ട് നമ്മോട് കൂടെയുണ്ട്. ഈ നിത്യസഹായ മാതാവിന്റെ നോവേനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സാക്ഷ്യമായിട്ടുണ്ട്. ഈ നിത്യസഹായ മാതാവിന്റെ പക്കലേക്ക് നമ്മുടെ എല്ലാ വേദനകളെയും നൊമ്പരങ്ങളെയും ഒക്കെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് മഴ മൂലം വേദന അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. അവരെല്ലാവരെയും ഈ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ നീല അങ്കിക്കുള്ളിൽ കാത്തുരക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വണക്കത്തിന്റെ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. നമുക്കൊരുമിച്ച് ഏറ്റുചൊല്ലാം. പരിശുദ്ധ കന്യകേ, അങ്ങ് ഞങ്ങളുടെ സർവ്വ വല്ലഭയായ മധ്യസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയെ സ്നേഹിക്കുവാനും അനുകരിക്കുവാനും ഞങ്ങൾക്ക് കടമയുണ്ട്. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ആത്മാർത്ഥമായ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. ഭാവിയിലും ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് നൽകണമേ. ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിലും അങ്ങേ സഹായം അനുപേക്ഷണീയമാണ്. പ്രലോഭനങ്ങളിലും വിഷമതകളിലും അങ്ങാണ് ഞങ്ങൾക്ക് പ്രത്യാശ. ദുഃഖങ്ങളിൽ അവിടുന്നാണ് ആശ്വാസം. നാഥേ, അങ്ങേ കരുണാകടാക്ഷം ഞങ്ങളുടെ മേൽ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസ ജീവിതത്തിന് ശേഷം അങ്ങയുടെ ഉദരഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും മാധുര്യവും വാത്സല്യവും നിറഞ്ഞ കന്യാമറിയമേ, ഞങ്ങളെ പരിപാലിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ പ്രാർത്ഥനയിൽ നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം: ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, എല്ലാ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തങ്ങൾ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ.
സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുഹൃത ജപമായിട്ട് നമുക്ക് ഇങ്ങനെ ഏറ്റുചൊല്ലാം: നിത്യസഹായ മാതാവേ, പ്രകൃതിക്ഷോഭത്തിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകട്ടെ. എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ആവേ മരിയ.